വാഹനാപകടങ്ങൾ. അതിലേറ്റവും പ്രധാനമാണ് ടൂറിസ്റ്റ് ബസ്സുകളുടെ അപകടം. രാവിലെ നേരത്താണ് ബാംഗ്ലൂരിൽ നിന്നുള്ള വാഹനങ്ങൾ കേരളത്തിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും സിഗ്നൽ അവഗണിച്ചു പോവാറാണ് പതിവ്. അതുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഉണ്ടാകുന്ന അപകടങ്ങളിൽ സുരക്ഷാ വാതിലുകൾ മിക്കതും വലതുവശത്താണ് വരുന്നത്. ആ ഭാഗത്തേക്കാണ് വണ്ടി മറഞ്ഞത് എന്ന് വെച്ചാൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാവുകയാണ് പതിവ്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയേണ്ടതുണ്ട്. നമസ്കാരം, ഞാൻ ബിജു പവിത്ര. ഞാൻ രാഹുൽ വാണിയമ്പാറ. രാഹുൽ എൻ്റെ അടുത്ത് ഒരു കാര്യം പറയായിരുന്നു. അത് ഈ അടുത്ത് നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകൾ ഇപ്പോൾ നമ്മുടെ അവിടെ വെള്ളയും ഇട്ടിട്ട് നല്ല കുട്ടികളാണ്. അപ്പോൾ ഈ നല്ല കുട്ടികൾ കുറച്ചും കൂടിയൊക്കെ അടിപൊളി കുട്ടികളാവാനുള്ള ഒരു യാത്രയിലാണ്. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കളറുകൾ അനുവദിക്കുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഈ കളറുകൾ അനുവദിക്കുക എന്നൊക്കെ ഉള്ളതൊരു സാധാരണ കാര്യമാണ്. പക്ഷെ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളവിടെ ഈ കളറുകളൊക്കെ മാറ്റിയത്. അപകടം എന്ന് പറയുന്നത് വടക്കഞ്ചേരിയിൽ ആ വിദ്യാർത്ഥികൾ മരിച്ച മംഗലത്തുണ്ടായ അപകടമാണ്. അതിൽ രാഹുലൊക്കെ അതിന്റെ രക്ഷാപ്രവർത്തനത്തിന്, രാഹുൽ ഈ ഭാഗത്തുള്ള ഏത് അപകടങ്ങളുടെ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് രാഹുൽ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു. ബിജുട്ട, അതിന്റെ വലതുവശത്താണ് ഈ മറ്റേ എമർജൻസി എക്സിറ്റ് വരുന്നത്. അത് ഈ വലതുവശത്തേക്ക് വണ്ടി മറയുമ്പോൾ അന്ന് തന്നെ എയറോളിൽ കൂടെയാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കളർ മാറണു, അടിപൊളിയാവണു എന്നതിനപ്പുറം പ്രധാനമായിട്ട് സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെടുന്ന ഈ ഒരു വിഷയം അത് വളരെ പ്രാധാന്യമുള്ളതാണ്. രാഹുലെ, അത് അന്നത്തെ അനുഭവം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? അതായത് ഏകദേശം ഒരു 11 മണി കഴിഞ്ഞ് ആ ഒരു അപകട അവസ്ഥ കഴിഞ്ഞൊരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് എനിക്ക് വെളി വരുന്നത്. അതായത് ഞങ്ങളുടെ പ്രദേശത്തെ ഒരു 5 പഞ്ചായത്തിലെ എന്ന് പറയാം ആംബുലൻസുകൾ മുഴുവൻ അവിടേക്ക് എത്തുകയാണ്. അപ്പൊ അതിലൊരു ആംബുലൻസ് ഡ്രൈവർ പുതുക്കോട് നിന്ന് തന്നെ വിളിച്ചിട്ടാണ് ഞാനിത് അറിയുന്നത്. അപ്പൊ തന്നെ നമ്മൾ വണ്ടി എടുത്ത് അവിടെ എത്തി ഏകദേശം 20 മിനിറ്റോളം. അതായത് വടക്കഞ്ചേരി മുതൽ റോഡ് ബ്ലോക്ക് ആയിരുന്നു. നമുക്കറിയാവുന്ന വഴികൾ ഉപയോഗിച്ച് അവിടെ എത്തിയിട്ടും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് KSRTC ബസ്സിൽ ഇടിച്ചു കയറിക്കൊണ്ട് ഫ്രണ്ട് ഭാഗം മുഴുവൻ പൂർണ്ണമായി ആ ബസ്സിന്റെ തകർന്നു. അതിനുശേഷം പോയി വലതുവശം ചേർന്നാണ് വീണ് കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ടോപ്പിലുള്ള എയർ ഹോളിൽ കൂടെ കോണി വെച്ച് ഫയർഫോഴ്സിന്റെയോ മറ്റോ അതോ ക്രെയിനൊക്കെ ഉപയോഗിച്ച് ലേശ ഉയർത്തി കോണി വെച്ച് അതിൽ നിന്ന് ഓരോരോ ആളുകളെ എടുക്കുകയാണ്. ഏറ്റവും ബാക്ക് വശത്തെ കൂടി ഓരോരുത്തരായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അപകടം പറ്റി അതിതീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തേണ്ട അവസ്ഥയിൽ 1 മണിക്കൂർ നേരത്തിന് മേലെ എടുത്തിട്ടുണ്ടല്ലേ? തീർച്ചയായും. അപ്പോൾ ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ആകുമ്പോൾ ബാക്കിൽ ഹൈറ്റ് കൂടിയിട്ടായിരിക്കും അവരുടെ. അത് മാത്രമല്ല ഫുള്ള് സീറ്റ് അപ്പൊ അതിനുള്ളിൽ കൂടി എടുക്കാൻ പറ്റില്ല. ഗ്ലാസ് ബ്രേക്ക് ചെയ്താലും എടുക്കാൻ പറ്റാത്തത് കൊണ്ടാവാം അന്ന് ഇങ്ങനൊരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ടാവുക. ഇത് മാത്രമല്ല സമാനമായ രീതിയിൽ അതിനുശേഷം പാലക്കാട് കല്ലട ബസ് മറിഞ്ഞിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ ലഭ്യമാണ്. അതിലൊക്കെ ക്രെയിൻ ഉയർത്തിക്കൊണ്ട് റൈറ്റ് സൈഡിൽ ഉള്ള എമർജൻസി എക്സിറ്റിൽ കൂടെയാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. ഇതിലേറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിലും കോളേജിലും പോകുന്ന കാലഘട്ടത്തിൽ ഇതുപോലൊരു ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്തല്ലോ, അതുപോലൊരു നിയമം അന്നുണ്ടായതിന് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബാക്ക് ഡോറിന്റെ ഫുള്ളായിട്ട് ഏകദേശം ഫുള്ള് വരുന്ന രീതിയിൽ ലോക്ക് ചെയ്തിട്ട് 2 കൊളുത്ത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പോകും. അത് മാത്രമല്ല 2 സീറ്റുകളും അഴിച്ചു വെച്ചിട്ട് എന്നാലേ ടെസ്റ്റ് കിട്ടും എന്നുള്ള ഒരു ഇതില് എല്ലാ പ്രൈവറ്റ് ബസ്സുകളും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പോ ഇങ്ങനെ റൈറ്റ് സൈഡ് മറിഞ്ഞാണ്. ഇപ്പൊ ഏതെങ്കിലും വെള്ളത്തില് മുമ്പിലേക്ക് വന്ന് കിടന്നാലും ഇപ്പോഴും മുൻപും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഒക്കെയാണ് എപ്പോഴും മറയാനുള്ള സാധ്യത. ബാക്കാണ് അതിൽ കുറച്ചുകൂടി സേഫ് എന്ന് വെച്ചാൽ, കാരണം ഒരു വാഹനം പോയി ഫ്രണ്ടില് ഏറ്റവും കൂടുതൽ ഇടിക്കുക, അതിൽ കൂടെ എടുക്കലും പോസിബിൾ അല്ല. അങ്ങനെ വരുമ്പോ ഏറ്റവും ഒരു എന്താ പറയാ ഓപ്പൺ ആക്കി ഇടാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ബാക്ക് വശമാണ്. അതെ, ഇപ്പൊ നമ്മൾ പറയുന്നത് എല്ലാ ബസ്സുകളെയും സംബന്ധിച്ചല്ല. ഇപ്പൊ KSRTC ബസ്സുകളൊക്കെ വിൻഡോസ് ഒക്കെ തുറന്നിരിക്കുന്ന വിൻഡോസ് ആണ്. അവിടെ ഒന്നും ഇല്ല. ഇപ്പൊ പ്രൈവറ്റ് ബസ്സുകളെ സംബന്ധിച്ചും അത് വലിയ വിഷയമല്ല. പക്ഷെ ടൂറിസ്റ്റ് ബസ്സുകളെ സംബന്ധിച്ച് ഫുൾ കംഫർട്ട്, ഫുള്ളായിട്ടുള്ള ഇന്റീരിയർ ഒക്കെ ചെയ്ത വണ്ടികളിൽ പെട്ടെന്ന് പൊളിച്ച് എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മളൊരു സജഷനാണ് പറയുന്നത്. ഇതിൽ വളരെ കൃത്യമായ ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുക എന്ന് പറയുന്നതാണ്. കാരണം നമുക്ക് അതിനു മേലെ പറയാനൊന്നും അറിയില്ല. സാധാരണ ജനങ്ങളാണ്, കണ്ടും അറിഞ്ഞും മനസ്സിലാവുന്നവരാണ്. സാധാരണ ജനങ്ങളായ ഞാൻ ബിജു പവിത്ര. ഞാൻ രാഹുൽ വാണിയമ്പാറ.